നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുളം സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി പാഴ്സൽ വാങ്ങി ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചത്. സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ഭക്ഷ്യവിഷബാധയേറ്റ് 178 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയത്. ഇസറ വിമൻസ് കോളേജിൽ നിന്ന് വിജയകരമായ കോഴ്സുകൾ പൂർത്തിയാക്കി വിദ്യാർത്ഥിനികൾക്ക് ബിരുദദാനവും ഖദീജത്തുൽ കുബറയിൽ നിന്നും സെക്കൻഡറി ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തളിക്കുളം നസീബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇസറ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ബിരുദദാന പ്രസംഗം നടത്തി. പ്രസിഡന്റ് ബഷീർ റഹ്മാനി അധ്യക്ഷനായി. ഭാരവാഹികളായ ഹംസ ഹാജി, അബ്ദുൾ മജീദ് ഹാജി, PS മുഹമ്മദ് അലി, RK മുഹമ്മദ് അലി, ഇസ്ലാമിക് ഹെഡ് സുഹൈൽ സഖാഫി, സയ്യിദ് ജലാൽ അഹ്സനി, നിസാർ സഖാഫി, ജംഷാദ് സഖാഫി, നബീൽ അസ്ഹരി എന്നിവർ സംസാരിച്ചു. സയ്യിദത്ത് ഷരീഫ സൗദ മറിയം, സയ്യിദത്ത് ബുഷറ ബീവി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഏതൊരു വിഷയത്തിൽ അത് കാണാൻ കഴിയും. അറിവുള്ളവർക്കാണ് എല്ലാ ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്നത്. ഏതൊരു മഹാന്റെയും പിന്നിൽ ഒരു സ്ത്രീയുടെ അകമഴിഞ്ഞ പ്രവർത്തനം ഉണ്ടാവുമെന്നുള്ള തീർച്ചയാണ്. ഏതൊരു നേതാവായാലും ഒരു ഉന്നതിയിലെത്തുന്ന ഏതൊരു വലിയ വ്യക്തിത്വമാണെങ്കിലും ആ വ്യക്തിത്വത്തെ ഉന്നതിയിലെത്തിക്കാൻ ഒരു ഉമ്മയുടെ സഹായമില്ലാതെ അത് സാധ്യമല്ല. അതിന് ഏറ്റവും പ്രധാനം വിവരമുണ്ടാകുക, എഴുതുണ്ടാകുക എന്നുള്ളതാണ്. ഇൽമിൽ അൽ-ഇൽമു എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൽപ്പെട്ടതാണ്. മറ്റുള്ള ഇൽമുകളെ കൊണ്ടിട്ട് ഭൗതികമായ ചുറ്റുപാടിൽ പോയി പലതും നീക്കാൻ കഴിയുമെങ്കിലും ഒരു വ്യക്തിയെ സ്വയം ശുദ്ധീകരിക്കാൻ കഴിയുന്നത് അൽ-ഇൽമു എന്ന് പറയുന്നത് ഇൽമാണ്. നാട്ടിക തൃപ്രയാർ പ്രദേശങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. പൊതുകാനകളിൽ കെട്ടിക്കിടക്കുന്നത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയ കാനകളും തോടുകളും നാട്ടിക പഞ്ചായത്ത് അധികൃതർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തുറന്നപ്പോഴാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകി വന്നത്. മഴ ശക്തമാകുമ്പോൾ ഈ മലിനജലമാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇരച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വീടുകളുടെയും കടകളുടെയും അകത്ത് വരെ മലിനജലം എത്തിയിരുന്നു. മലിനജലം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നത് അപകടം ഇരട്ടിയാക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകൾ അശാസ്ത്രീയമായി പണിതതാണ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണമായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയിട്ടുള്ള നൂറുകണക്കിന് തൊഴിലാളികളുടെ വാസസ്ഥലത്തു നിന്നുള്ള വിസർജ്യ മാലിന്യവും കാനകളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. കൂടാതെ ചില ഹോട്ടലുകാരും വ്യാപാര സ്ഥാപനങ്ങളും മാലിന്യങ്ങൾ കാനകളിൽ തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടികയിലെ പ്രമുഖ ഹോട്ടലിലെ മാലിന്യം കാനയിൽ ഒഴുക്കാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടിയിരുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ജില്ലാ കളക്ടറും DMOയും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നാട്ടിക സെന്റർ തുടങ്ങി തെക്കോട്ടൊഴുകിയിരുന്ന അങ്ങാടിത്തോട് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയിട്ടുണ്ട്. ഇതുമൂലം നിലവിലെ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുള്ള SN ട്രസ്റ്റ്, TSGA, കാക്കനാട്ട് കോളനി റോഡ് എന്നിവയും തൃപ്രയാർ സെന്ററും കടുത്ത വെള്ളക്കെട്ടിലാണ്. കാലവർഷം വെള്ളിയാഴ്ച എത്തും. കേരളമടക്കം രാജ്യത്ത് പൊതുവിൽ കാലവർഷം സാധാരണയേക്കാൾ കടുക്കുമെന്നാണ് റിപ്പോർട്ട്. ജൂണിലും സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യമൊട്ടാകെ 106% മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 2024 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ സാധ്യത കണക്കാണിത്. അതേസമയം ഉത്തരേന്ത്യയിൽ 92 മുതൽ 108% വരെ മഴ പ്രവചിക്കപ്പെടുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പക്ഷേ മഴ 94% താഴെയായി കുറയും. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 1.8 വർഷം കുറഞ്ഞെന്ന് ലോക ആരോഗ്യ സംഘടന. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം ശരാശരി 1.8 വർഷം കുറഞ്ഞ് 71.4 വയസ്സിലേക്ക് എത്തി. ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് 61.9 വയസ്സായി കുറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട്. അമേരിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ആയുർദൈർഘ്യം 3 വർഷം കുറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ CPM കാഞ്ഞാണി കനാൽ ബ്രാഞ്ച് ആദരിച്ചു. VN സുർജിത്ത്, രാമചന്ദ്രൻ മാണിക്കത്ത്, KV ഡേവിസ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. SSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ഭവന്റെ sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും. ഇതിനുശേഷം അപേക്ഷയിൽ പിഴവുകൾ തിരുത്താൻ അവസരമുണ്ടാകും. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും.
നാട്ടിക ടാഗോർ നഗറിന് സമീപം താമസിക്കുന്ന പരേതനായ റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരൻ തൃപ്രയാറ്റ് വാസുവിന്റെ ഭാര്യ നളിനി അന്തരിച്ചു. മക്കൾ മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ, ഷൈജിൻ, ഷൈൽ, മരുമക്കൾ രചന, സുജ, അശ്വതി സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.